ഐഡിയാസ്. എസ് എ പാർട്ടിൽ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഒജേഴ്സ് കാണാൻ വേണ്ടിയുള്ളത്. 6 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഒജേഴ്സ്. സോ ഇവിടെ നമ്മളോട് ഒജേഴ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒജേഴ്സ് വരയ്ക്കണമെങ്കിൽ ആദ്യം നമുക്ക് 2 ടേബിൾസ് ആവശ്യമായിട്ടുണ്ട്. ഒന്ന് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും അടുത്തത് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും. ഇവിടെ നമുക്ക് കുറച്ച് ക്ലാസ്സസ് തന്നിട്ടുണ്ടാവും, അതേപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസീസും തന്നിട്ടുണ്ടായിരിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലാസ്സുകളുടെ എല്ലാം അപ്പർ ലിമിറ്റ് ആണ് എന്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അപ്പർ ലിമിറ്റ്സ് കൺസിഡർ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ ആദ്യത്തെ കോളത്തിൽ അത് എഴുതുന്നു. സോ ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 10, 20, 30, 40, 50 ആണ്. സോ നമുക്ക് 10, 20, 30, 40, 50. ഈ നെക്സ്റ്റ് നോക്കുന്നത് ലെസ് ദാൻ എന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. സോ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ ലെസ് ദാൻ 10 സ്കോർ കിട്ടിയിരിക്കുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 4 ആൾക്കാരുണ്ട്. ആൻഡ് ഇവിടെ ലെസ് ദാൻ 20 എന്ന് പറയുമ്പോഴോ എത്ര ആൾക്കാരുണ്ട്? 4 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ്. ഇനി അടുത്തത് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 3 ആൾക്കാരുടെയും സമ്മാണ്. അതായത് 12 + 18. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 30 ആയിരിക്കും. ഇനി നെക്സ്റ്റ് അണ്ടർ 40, 40-നെക്കാട്ടും കുറവ് മാർക്ക് കിട്ടിയിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ വരുന്നത് 30 + 15, ആൻസർ വരുന്നത് 45 എന്നായിരിക്കും. ആൻഡ് ലാസ്റ്റ് ഇവിടെ 50 മാർക്കിനെക്കാട്ടും കുറവ് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? എത്ര കുട്ടികൾക്കാണ് 50 മാർക്കിൽ കുറവുള്ളത്? സോ ഇവിടെ ആൻസർ വരുന്നത് 45 + 5, ആൻസർ വരുന്നത് 50 ആയിരിക്കും. സോ ഇതാണ് നമ്മളെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഒരാളും കൂടെ വേണം. ഏതാണ്? ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോവർ ലിമിറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലെ ലോവർ ലിമിറ്റ്സ് 0, 10, 20, 30, 40 ഇവരെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ ഇവിടെ എന്ത് വരും? 0, 10, 20, 30, 40. സോ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ 0-നെക്കാട്ടും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് എത്ര ആൾക്കാർക്കാണ്? എല്ലാവർക്കും എന്താണ്? 0-നെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 50 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി വളരെ ഈസി ആയിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് പോയാൽ മതി. അതായത് താഴെ നിന്ന് മുകളിലേക്ക് എന്താണ് നമ്മൾ ആഡ് ചെയ്ത് പോയാൽ മതി. ആദ്യം നോക്കുകയാണെങ്കിൽ 40-നെക്കാട്ടും കൂടുതൽ എത്ര ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്? 5 പേർക്ക് 40-നെക്കാട്ടും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 5 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്? 30-നെക്കാട്ടും കൂടുതൽ. അപ്പൊ എന്ത് വരും? 15 + 5, അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 20 എന്നായിരിക്കും. ഇനി നെക്സ്റ്റ് 20 മാർക്കിന് കൂടുതൽ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? അപ്പൊ എത്രയാണ്? 20 + 18, എത്രയാണ് ആൻസർ വരുന്നത്? 38 എന്നായിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് 10-നെക്കാളും അധികം മാർക്ക് കിട്ടിയിട്ടുള്ളത് എത്ര ആൾക്കാരാണ്? സോ ഇവിടെ 38 + 8 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 46 ആണ്. ഇത്തരത്തിൽ ചെയ്തു വരാണെങ്കിൽ ലാസ്റ്റ് എങ്ങനെയായിരിക്കും? 0-നെക്കാട്ടും മുകളിൽ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ 46 + 4 നമുക്ക് ആൻസർ എന്ത് കിട്ടും? 50 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഈ 2 ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഈസി ആയിട്ട് നമുക്ക് ഒജേഴ്സ് വരയ്ക്കാൻ വേണ്ടി പറ്റും. ആദ്യം ഞാൻ ഈ ഒരു ടേബിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 10-ന് നേരെ ആൻസർ വരുന്നത് എത്രയാണ്? 4 ആണ് നമുക്ക് വാല്യൂ വരുന്നത്. സോ ഇവിടെ 10-ന് നേരെ നമുക്ക് ഇവിടെ 4 മാർക്ക് ചെയ്യാം. സോ 10-ന് നേരെ ഞാനിവിടെ 4 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ 20-യുടെ അഗെയിൻസ്റ്റ് വരുന്നത് എത്രയാണ്? 12 ആണ്. സോ 20-യുടെ നേരെ നമുക്ക് ഇവിടെ 12 എന്ന് മാർക്ക് ചെയ്യാം. ഈ നെക്സ്റ്റ് 30-യുടെ അഗെയിൻസ്റ്റ് എത്രയാണ്? 30 തന്നെയാണ്. സോ ഇവിടെ 30-യുടെ നേരെ നമുക്ക് ഇവിടെ 30 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. സോ നെക്സ്റ്റ് 40-യുടെ നേരെ എത്രയാണ്? 45 ആണ്. സോ ഇപ്പൊ ഇവിടെ 40-യുടെ നേരെ നമുക്ക് ഇവിടെ 45 എന്നാണ് നമുക്ക് കിട്ടുക. ആൻഡ് ലാസ്റ്റ് നമ്മളെ 50-യുടെ അഗെയിൻസ്റ്റ് എത്രയാണ്? 50 തന്നെയാണ്. സോ ഇവിടെ 50-യുടെ അഗെയിൻസ്റ്റ് എന്ത് വന്നു? ഇവിടെ 50 എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഈ ഡോട്ട്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോട്ട്സ് എല്ലാം എന്താണ്? ജോയിൻ ചെയ്യണം. സോ ഒരു ലൈൻ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ചെറിയൊരു പോർഷൻ എന്താണ്? ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ ഏറ്റവും ലോവർ ലിമിറ്റ് എത്രയാണ് അതുമായിട്ട് എന്താണ് ഈ ഒരു ലൈൻ നമ്മൾ കണക്ട് ചെയ്യണം. ലോവർ ലിമിറ്റ് എത്രയാണ്? 0 ആണ് വരുന്നത്. സോ അവിടെ നമ്മൾ ഈ ഒരു ലൈൻ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നമ്മളുടെ ലെസ് ദാൻ ഒജ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നെക്സ്റ്റ് വരയ്ക്കാൻ പോകുന്നതാണ് ഗ്രേറ്റർ ദാൻ ഒജിവ്. അത് എവിടെ നിന്ന് കിട്ടും? ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിൽ നിന്നാണ് എന്ത് എന്റെ ഗ്രേറ്റർ ദാൻ ഒജിവ് എനിക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് സീറോയുടെ നേരെ എത്രയാണ് വാല്യൂ? 50 ആണ് വരുന്നത്. സോ സീറോയുടെ നേരെ 50 എന്ന വാല്യൂ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സോ സീറോയുടെ നേരെ നമ്മൾ 50 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മളെ 10ന്റെ നേരെ എത്രയാണ്? 46 ആണ് വരുന്നത്. സോ 10ന്റെ നേരെ നമ്മൾ 46 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 20യുടെ നേരെ എത്രയാണ്? 38 ആണ് വരുന്നത്. സോ 20യുടെ നേരെ നമ്മളിവിടെ 38 നമ്മൾ മാർക്ക് ചെയ്തു. ഈ നെക്സ്റ്റ് 30യുടെ നേരെ എത്രയാണ്? 20 ആണ്. നോക്കി, 30യുടെ നേരെ എത്രയാണ്? 20 ആണ്. സോ അവിടെയാണ് നമ്മൾ പോയിന്റ് വരുന്നത്. സോ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? 20, 30. സോ എക്സ് ആക്സിസിൽ എത്രയാണ്? 30 ആണ്. വൈ ആക്സിസിൽ എത്രയാണ്? 20 ആണ് തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന രീതിയിലാണ് ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ലാസ്റ്റ് 40യുടെ നേരെ വരുന്നത് എത്രയാണ്? അത് വരുന്നത് 5 ആണ്. ഓക്കെ, ഇനി ചെയ്യേണ്ട എന്താ? ഈ ലൈൻസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഈ ലൈൻസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് വീണ്ടും എന്താണ്? ഒരു പോയിന്റ്. ഇവിടെ എന്താ? ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ? ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. സോ അവിടേക്ക് നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ എന്താണ്? ടച്ച് ചെയ്ത് കൊടുക്കണം. സോ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നതാണ് എന്ത്? എന്റെ ഗ്രേറ്റർ ദാൻ ഒജിവ് എന്ന് പറയുന്നത്. ഇതാണ് എന്റെ ഗ്രേറ്റർ ദാൻ ഒജിവ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മളെ ഒജിവ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ലെസ് ദാൻ ഒജിവ് കാണണം, അതേപോലെ തന്നെ എന്താണ്? ഗ്രേറ്റർ ദാൻ ഒജിവും കാണണം. അത് കാണണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇത്തരത്തില് 2 ടേബിൾസ് കൺസ്ട്രക്ട് ചെയ്യണം. ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണ് വേണ്ടത്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? അപ്പർ ലിമിറ്റ്സ് ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഗ്രേറ്റർ ദാൻ ഒജിവ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണ്. ആൻഡ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ലോവർ ലിമിറ്റ് ആണെന്ന് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഒജിവ്സ് വരയ്ക്കാൻ എന്തായാലും പഠിക്കുക. എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റ് ആക്കാം. സോ ഇതുപോലെ ഈസി ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കോൺസെപ്റ്റ്സ് പഠിച്ചു പോകാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.